ഇപ്പൊ നോക്ക്. ഹായ് ചെല്ലക്കുട്ടി, എന്താ സ്കൂളിലേക്ക് പോവാണോ? നന്നായിട്ട് പഠിക്കണം കേട്ടോ. നാളെ നമ്മുടെ ബാലരാജ വലിയ പ്രസിഡന്റ് ആയി കഴിഞ്ഞാലേ നാട്ടുകാർക്ക് വേണ്ടി വലിയൊരു കോളേജ് തന്നെ കെട്ടിക്കൊടുക്കും. ഓക്കെ അല്ലേ? ഒരു ഉമ്മ തന്നെ. താങ്ക് യു. ഇന്നാ ചേച്ചി, ഈ പൈസ വെച്ച് മോളുടെ ഫീസ് കെട്ടണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബാലരാജന് ഒരു ഓട്ടോ ഇടണം. എങ്ങനെ ചെയ്യാനാ? എന്റെ സൈക്കിൾ നാശാക്കിയില്ലേ, ആദ്യം അതിന്റെ പൈസ താ. പാടി. ഒന്ന് നിന്നേ. കോളേജിൽ പോവാണോ? ഇന്നാ കോളേജിലെ ഫീസ് അടച്ചോ. നന്നായിട്ട് പഠിക്കണം. ഇത് പിടിച്ചേ. ഇനി ഒരു ഉമ്മതാ. ആരും കണ്ടില്ലല്ലോ. ലച്ചി ചേച്ചി വീട്ടിലുണ്ടോ? ഇല്ലല്ലോ. വീട്ടിലില്ലെന്ന് പറഞ്ഞിട്ട് ശബ്ദം കേൾക്കാലോ. ഞാൻ വീട്ടിലില്ല, പുറത്താ ഉള്ളത്. പുറത്തോ? എന്താടാ വെളുപ്പംകാലത്ത് ഇറങ്ങിയല്ലോ ലച്ചി ചേച്ചി ഈ 2000 രൂപ വാങ്ങിച്ചിട്ട് കുത്തേ. നിങ്ങൾ തെറ്റിദ്ധരിച്ചതാ. അവൻ കുത്താൻ പറഞ്ഞ വോട്ടിനെയാ. ഈ 2000 രൂപ വാങ്ങിച്ചിട്ട് ബൂട്ട്കട്ട് ബാലരാജന് വോട്ട് ചെയ്യേ. എടാ, എന്റെ വീട്ടിലെ കോഴിയെ മോഷ്ടിച്ചോണ്ട് പോയത് നിങ്ങളൊക്കെ അല്ലേ? അതിനിത് കറക്റ്റ് ആവും. ഇരിക്കട്ടെ, അങ്ങനെ വന്ന വഴി പൊയ്ക്കല്ല. പഴമുള്ള മരത്തിലേക്ക് കല്ലേറ് നടക്കൂ. ബൂട്ട്കട്ട് പാന്റിന് വോട്ട് ചെയ്യണേ. വോട്ടിന് പൈസ തരില്ലേ? എന്നാ കൊടുത്തേക്ക്. പൈസ കൊടുത്താ വോട്ടിടണമെന്നാ തോന്നേ. അങ്ങനെയാണോ? എന്നാ മറക്കാതെ വോട്ട് ഇടണേ. ഇപ്പോ വോട്ടിന് വില ജാസ്തിയാ. അതുകൊണ്ടല്ല അത്രയും പൈസ തന്നത്. അത്രയും വിലയുള്ള വോട്ട് ഞാൻ ആർക്കും ചെയ്യില്ല. എന്റെ കയ്യിൽ വെച്ചോളാം. പൈസ ദാസേട്ടാ, അമ്മേ, പാവം വല്ലാതെ വിഷമിച്ചിരിക്ക. ഒരു 10,000 രൂപ കൊടുത്ത് അവനോട് മറക്കാൻ പറ. വേണ്ട, ഒരു 50,000 കൊടുത്ത് അവനോട് മറന്നേക്കാൻ പറ. അതും പോരെങ്കിലേ 1,00,000 രൂപ കൊടുത്ത് അവനോട് മറന്നേക്കാൻ പറഞ്ഞേക്ക്. 1,00,000 കൊടുത്താ അവനോടുള്ള സ്നേഹം പോവോ? അപ്പൊ 2,000 രൂപ കൊടുത്താ ഈ നാട്ടുകാർക്ക് എന്നോടുള്ള വിശ്വാസം നഷ്ടപ്പെടുവോ? വോട്ട് കിട്ടാൻ പോകുന്നത് എനിക്കാണ്, ജയിക്കുന്നതും ഞാനായിരിക്കും. മോളെ മഹാ, ഇവിടെ നടക്കുന്നതൊക്കെ ആ കലക്ടറും വീട്ടുകാരും അറിഞ്ഞാലേ അമ്മ നൽകിയ വാക്കുകൊണ്ട് നമ്മുടെ ബന്ധം തന്നെ വേണമെന്ന് പറയുന്നു. അമ്മ പറയുന്നത് കേട്ട് ദയവായി അവനെ മറന്നേക്ക് മോളെ. പൈസ മേടിച്ചു വെച്ചിട്ട് വോട്ടിടാൻ പറ്റില്ലെന്നാണല്ലോ പറയുന്നത്. എടാ, 10 ലക്ഷത്തിന് 10 വോട്ടെങ്കിലും കിട്ടുവോ? സംശയമാണ്. എടാ, എന്റെ അമ്മ സ്ഥലം വിട്ടുണ്ടായ കാശാടാ അത്. എന്താണെന്ന് എനിക്ക് ഒരു പിടിയില്ല. ആ പീക്ക് എവിടെ? ഇനി എവിടെടാ പീക്കെ? അവനെ എപ്പോഴേ പറഞ്ഞു. ഒന്ന് പോടാ. പ്രേമവും വേണ്ട, മത്സരം വേണ്ട. ഞാൻ നേരെ മഹാലക്ഷ്മിന്റെ അടുത്ത് ചെന്ന് ചോദിക്കും ഓടിപ്പോകാൻ റെഡിയാണോന്ന്. ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ ഓടിപ്പോവും. സമ്മതം അല്ലെങ്കിൽ അപ്പോഴും ഞാൻ കൂട്ടിക്കൊണ്ടുപോകും. മഹാലക്ഷ്മി, നീ അവിടെ തന്നെ നിക്കി, ഞാൻ വരിക. മോളെ, ബാലരാജ് എന്തായാലും ജയിക്കില്ല എന്ന് തന്നെയാ തോന്നുന്നത്. ജയിപ്പിക്കാന്ന് പറഞ്ഞു വന്ന ആ പീക്കയും തിരിച്ചു ഓടിപ്പോയി. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? ചെയ്യാനും മാത്രം എന്താ ഉള്ളത്? ഞാൻ ബാലരാജനെ കല്യാണം കഴിക്കും. അതെങ്ങനെയാ മോളെ? പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ജയിച്ചാൽ മാത്രമേ കല്യാണം നടത്തൂന്നില്ലേ അമ്മ പറഞ്ഞിട്ടുള്ളത്? മത്സരിക്കാൻ തുടങ്ങിയത് അവരാ, ഇഷ്ടപ്പെട്ടത് ഞാനും. കല്യാണം കഴിക്കാൻ പോകുന്നത് ഞാനാ. ബാലരാജ് എങ്ങനെയെങ്കിലും ജയിക്കും. അഥവാ തോറ്റാലോ? അവൻ തോൽക്കില്ല. ഒരു വേള തോറ്റു പോയാലോ? ഞങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയെങ്കിലും അവൻ ജയിക്കും. ഇനി എങ്ങനെ തോറ്റാലോ? ഞാൻ ചത്തുകളയും. മോളെ, വേറെ എന്ത് ചെയ്യണമെന്നാ? കുട്ടിക്കാലം തൊട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ഒരുമിച്ച പഠിച്ചതും. നാട്ടുകാരെ എപ്പോഴും അവനെ ഒന്നിനും കൊള്ളാത്ത ആളെന്ന് വിളിക്കുമ്പോ അവൻ എനിക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയും തലവനായിട്ട് എന്നെ കല്യാണം കഴിക്കുമെന്ന് എന്റെ അമ്മയോട് തന്നെ മത്സരിക്കാൻ നിന്നു.
അവന് വേണമെങ്കിൽ എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവായിരുന്നു. പക്ഷെ അവൻ അങ്ങനത്തെ ഒരാളല്ല. അവന്റെ സ്നേഹം യാഥാർത്ഥ്യമാണ്. ഇപ്പൊ പറ, അവൻ തോറ്റുപോയാ ഞാൻ മരിക്കുന്നതിൽ എന്താ തെറ്റ്? അവന് വേണമെങ്കിൽ എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവായിരുന്നു. പക്ഷെ അവൻ അങ്ങനത്തെ ഒരാളല്ല. അവന്റെ സ്നേഹം യാഥാർത്ഥ്യമാണ്. തനിച്ചു വന്ന് പെട്ടലോടാ ബാലരാജെ. ഇപ്പൊ അടിക്കടാ, നീയാണോ ഞാനാണോ എന്ന് നോക്കാം. എടാ, അല്ലെങ്കിൽ തന്നെ ആയിരത്തെട്ട് കൺഫ്യൂഷൻസാ. ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കാതെ വഴിയൊന്നും മാറച്ചല്. ഡാ നിക്കടാ. ഇന്ന് നിന്നെ ഒരു പാഠം പഠിപ്പിക്കടാ. ഇപ്പൊ എന്താ വേണ്ട? നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അടിക്കണം, അത്രല്ലേ ഉള്ളൂ. അടിക്ക് അടിക്ക് അടിക്കടാ, അടിക്ക് 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 അടിക്ക്. മതിയായോ? ഹാപ്പി? ഇനി മാറ്. പേടിച്ചു പോന്നെ. എന്താടാ പേടിച്ചോ? അവനൊരു ഹീറോ. അതല്ലേ ഇവന്റെ അടുത്താണോ അടി വാങ്ങിച്ചേ? ഇവൻ നമ്മളെ കണ്ടാ നിക്കറേ മുള്ളുവല്ലോ. ഇവനൊക്കെ ഒരാളാന്നും പറഞ്ഞ്. എന്താടാ നീ അങ്ങനെ പറഞ്ഞേ? അവന്റെ അടുത്ത് അടിപൊളിയായിട്ട് ഒരു പെണ്ണുണ്ടല്ലോ. അനാവശ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു ഞാൻ. എന്റെ പെണ്ണിനെ പറ്റി സംസാരിക്കില്ലെന്നാ പറഞ്ഞ. എന്താടാ പറഞ്ഞു? നിനക്ക് പറഞ്ഞു മനസ്സിലാവില്ലടാ. മനസ്സിലാവില്ലേ? മനസ്സിലാവില്ല. വിട്. എടാ, നീ എന്താ പറഞ്ഞ എന്റെ മകനെ കുറിച്ച്? എടാ നായ, നിന്നെ കൊന്നുകളാണ് ഞാൻ. കൊന്നു കുഴിച്ചു പോടും ഞാൻ. വിടാന് വിടാന്. ഇങ്ങനെ ഷർട്ട് പിടിക്കലടാ. ഷർട്ട് പിടിക്കല്ലേ? ഷർട്ട് പിടിക്കല്ലേ? നിന്നെ കൊന്നിട്ട് ഞാൻ അടുത്ത് പണി നോക്കലടാ. നിക്കണോടെ. നിക്കാനാ പറഞ്ഞത്. നിക്കടാ. എഴുന്നേക്കടാ. എഴുന്നേക്ക്. കൊന്നു കളയലടാ അവനെ. അല്ലെങ്കിൽ തന്നെ ഇലക്ഷനിൽ തോൽക്കുന്നുള്ള ഒരു പേടിയില്ല ഞാൻ. അപ്പോഴാ നിങ്ങളുടെ ഒരു പ്രശ്നം. ഇങ്ങോട്ട് വാടാ. അടുക്കില്ല, ഇങ്ങോട്ടേക്ക് വാ. വന്നില്ലെങ്കിൽ നിന്നെ കൊന്നുകളെ. വാടാ ഇങ്ങോട്ട്. എടാ, പ്രണയിച്ച ചാവോടാ. നീ ശരിക്കും പ്രേമിച്ച നീ ചത്തുപോടാ. ന്യൂസിൽ എത്ര തവണ നമ്മൾ കണ്ടിട്ടുള്ളേ. എടാ, ഞാൻ അതോ തോൽക്കാണെങ്കിൽ ഞാൻ നിന്നെ ഫോൺ ചെയ്യാം. നീ വന്ന് എന്നെ കൊന്നുകളാണ് കേട്ടോ. അപ്പൊ നിനക്കും സമാധാനാകും, എനിക്ക് സമാധാനാകും. ഓക്കെ അല്ലടാ? സോറിയടാ. അവന്റെ സ്നേഹം യാഥാർത്ഥ്യമാണ്. ഇപ്പൊ പറ, അവൻ തോറ്റുപോയാ ഞാൻ മരിക്കുന്നതിൽ എന്താ തെറ്റ്? പ്രണയിച്ച ചാകോടാ. നീ ശരിക്കും പ്രേമിച്ച നീ ചത്തുപോടാ. എടാ എടാ, ഇപ്പൊ എന്ത് സംഭവിച്ചിട്ടാ ഇങ്ങനെ മുഖം വെച്ചോണ്ടിരിക്കുന്നേ? ആ അതെ, ഈ നാട്ടുകാർക്ക് നിന്റെ വേദന അറിയില്ലായിരിക്കാം. എന്നാൽ ആ ദൈവത്തിനുണ്ടല്ലോ നിന്റെ വേദന ശരിക്കും മനസ്സിലാവും. ആ ദൈവം എല്ലാം കണ്ടുകൊണ്ടായിരിക്കുന്നേ. എല്ലാം നോക്കിക്കോളും. എന്താടാ എല്ലാരും കൂട്ടം കൂട്ടമായിട്ട് ഈ നാട്ടിലോട്ട്? നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ അല്ലേ, വോട്ട് ചെയ്യാൻ അച്ഛനും അമ്മയും പറഞ്ഞുകൊണ്ട് വന്നതാ. എന്തിനാടാ? നാട്ടിലെ നാച്ചുകാരമ്മയ്ക്കുള്ള വോട്ട് തികഞ്ഞിട്ടാണോ? ഞങ്ങളെ നാച്ചിയാറമ്മയെ ജയിപ്പിക്കാൻ വേണ്ടി വന്നതല്ല.
അല്ലാതെ ബാലരാജുവിനെ ജയിപ്പിക്കാനും വന്നതല്ല. നിങ്ങളുടെ പ്രണയത്തെ സഹായിക്കാൻ വേണ്ടി വന്നതാ. നിങ്ങളുടെ കഥ ഞങ്ങളും കണ്ടിട്ടുണ്ടടാ. എടാ ബാലരാജ്, നിന്റെ പ്രണയം വിജയിപ്പിക്കാൻ വാനരപ്പട തന്നെ വന്നടാ. ഇനി നിനക്ക് വിജയം തന്നെടാ.